ഒക്കെ നടക്കുകയാണ്. ഈ അറസ്റ്റിനെയും ഇതിനെയും ഒക്കെ എങ്ങനെയാണ് കാണുന്നത്? അത് BJPയുടെ യഥാർത്ഥ മുഖം തുറന്നു കാണിക്കുകയാണ്. RSSൻ്റെ രാഷ്ട്രീയത്തിൻ്റെ യഥാർത്ഥമായ ക്രൂരമുഖം വീണ്ടും വെളിവാക്കപ്പെടുകയാണ്. ഇത് ഒരു പാഠമാണ്. ആ പാഠം ആദ്യം വായിക്കേണ്ടത് BJPയുടെ കൂടെ ചേർന്നുകൊണ്ട് എന്തെല്ലാമോ അത്ഭുതം കാണിക്കാമെന്ന് വ്യാമോഹിച്ച ക്രിസ്തീയ സഭകളിലെ ഏതാനും ബിഷപ്പുമാരാണ്. ഒരു ചൊല്ലുണ്ട്, നസ്രത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കരുത് എന്നാണ് ആ ചൊല്ല്. ക്രിസ്തീയ സഭകളിലെ ഏതാനും പുരോഹിതന്മാർ ആ നന്മ പ്രതീക്ഷിച്ചു. അവർക്ക് ഉള്ള മറുപടിയാണ് സംഭവങ്ങളെല്ലാം. ഇത് ഒറ്റപ്പെട്ട ഒന്നല്ല, ഇത് വലിയ പരമ്പരയാണിത്. ന്യൂനപക്ഷങ്ങളെയെല്ലാം കടന്നാക്രമിച്ചുകൊണ്ട് അവരെല്ലാം ഇല്ലാതാക്കിയിട്ട് ഹിന്ദു രാഷ്ട്ര സ്ഥാപനമാണ് ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുന്ന RSSൻ്റെ യഥാർത്ഥമായ ചിത്രമാണ് ഇന്ത്യ വീണ്ടും കാണുന്നത്. ഇതൊന്നും രഹസ്യമല്ല. RSSൻ്റെ പിറവിയുടെ തുടക്കത്തിലെ തന്നെ അവർ വ്യക്തമാക്കി ലക്ഷ്യം ഹിന്ദു രാഷ്ട്രമാണ്. ആ ഹിന്ദു രാഷ്ട്രത്തിൻ്റെ അകത്തുള്ള ശത്രുക്കളായിട്ടാണ് അവർ ആദ്യം മുസ്ലിമുകൾ, രണ്ടാമത് ക്രിസ്ത്യാനികൾ, പിന്നെ കമ്മ്യൂണിസ്റ്റുകൾ കാണുന്നത്. വിചാരധാരയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൗലികമായ ഗ്രന്ഥം, ബഞ്ച് ഓഫ് തോട്ട്സ്. അതിൽ ഗോൾവാൾക്കർ എഴുതി വച്ചിരിക്കുന്നു, ഇന്ത്യക്കകത്തുള്ള ശത്രുക്കളാണ്, ആ ശത്രുക്കളാണ് ഈ പറയുന്ന നമ്പർ 1 മുസ്ലിംസ്, നമ്പർ 2 ക്രിസ്ത്യൻസ്, നമ്പർ 3 കമ്മ്യൂണിസ്റ്റുകാർ. ഇതാണ് RSS, ഇതാണ് BJP. ഇതൊക്കെ ഉള്ള യാഥാർത്ഥ്യമാണെന്ന് അറിയാത്തതുപോലെ, ഇതെല്ലാമാണ് യഥാർത്ഥത്തിലുള്ള RSS രാഷ്ട്രീയം എന്നറിയാത്തതുപോലെ അവർ ചില പെരുമാറുന്നുണ്ട് ചില ബിഷപ്പുമാർ. നമ്മൾ ഗ്രഹാം സ്റ്റെയിൻസ് നോക്കുന്നത് മക്കളോടൊപ്പം ചുട്ടുകൊല ചെയ്യപ്പെട്ട ഒരു പ്രചാരകനായിരുന്നു അദ്ദേഹം, ഗ്രഹാം സ്റ്റെയിൻസ്. സ്റ്റാൻ സ്വാമിയെ മറക്കാൻ പറ്റുള്ളൂ. തടവറയിൽ കള്ളക്കേസിൽപ്പെട്ട് കഴിയുമ്പോൾ പാർക്കിൻസൺ രോഗം പിടിപ്പെട്ട സ്റ്റാൻ സ്വാമി വെള്ളം കുടിക്കാൻ ഗ്ലാസുകൾ കുടിക്കാനാകുന്നില്ല. വെള്ളം കുടിക്കാൻ വേണ്ടി സ്ട്രോ വേണമെന്ന് ആവശ്യപ്പെട്ടു. ആ സ്ട്രോ പോലും കൊടുക്കാതെ, ദാഹജലം കൊടുക്കാതെ ആദിവാസിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു ക്രിസ്തീയ പുരോഹിതനെ കൊന്നുകളഞ്ഞ രാഷ്ട്രീയ ക്രൂരതയാണ് RSS, BJP. അതിൻ്റെ മറക്കില്ല. ഇതെല്ലാം ഉണ്ടായിട്ടും ചില ക്രിസ്ത്യൻ ബിഷപ്സ് BJPയെ അതുപോലെ RSSനെ മിത്രമായി കണ്ടുകൊണ്ട് അവരുമായി ചങ്ങാത്തപ്പെടാൻ പോയത് നാം മറന്നു പോകുന്നത്. അവർക്കുള്ള പാഠമാണിത്. അതുകൊണ്ട് അവർ തുറന്നു പറയണം. ഇപ്പോൾ കാത്തലിക് ബിഷപ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യ പുറപ്പെടുവിച്ച പ്രസ്താവന ഞാൻ ശ്രദ്ധിച്ചു. ആ പ്രസ്താവന നാളെയെപ്പറ്റി കൂടി വ്യക്തമായി പറയണം. ഇന്നലെ കാണിച്ച തെറ്റിനെപ്പറ്റി പറയണം. ആ തെറ്റ് വാസ്തവത്തിൽ ഇന്ത്യക്കകത്ത് ക്രിസ്ത്യൻ മുസ്ലിം വൈരം വാളിക്കത്തിച്ചുകൊണ്ട് ലാഭം ചെയ്യാൻ ശ്രമിക്കുന്ന BJP രാഷ്ട്രീയത്തിൻ്റെ ഒരു കയ്യിൽ കളിക്കലായി മാറിയെന്ന് അവർ തിരിച്ചറിയണം.